കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു അല്ലേ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, പാർട്ടികൾക്ക് അതീതമായി ആൾക്കാർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും വികസന മുരടിപ്പിനെക്കുറിച്ച് പറയുകയും ആ സ്ഥലത്തൊക്കെ മറുപക്ഷം വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. ഒരുപാട് പാർട്ടി അണികൾക്ക് തന്നെ ആ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളോടുള്ള ആ ഒരു വിമർശനാത്മകമായ സ്വഭാവം, എതിർപ്പ് അവർ ബാലറ്റിലൂടെ പ്രകടിപ്പിച്ചു. എന്നാൽ പാർട്ടിയോട് അവർക്കുള്ള കൂറില്ലാതായതുമില്ല. അതുപോലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടത്. ഇതുപോലൊരു പതനം ഞാൻ അറിയുന്ന പഞ്ചായത്തുകളിൽ ഭരണകക്ഷികൾക്കൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. അത് തോന്നിയത് പ്രതിപക്ഷത്തിൻ്റെ അണികൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ല, ഭരണപക്ഷത്തിൻ്റെ അണികൾ തന്നെ പറയാണ്, മടുത്തു, ഈ ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ മുറിമുറുപ്പ് അത് വല്ലാതെ പ്രതിഫലിച്ചു എന്ന് വേണം പറയാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ 400 രൂപ പെൻഷൻ കൂട്ടി എന്ന് പറയുന്നത് അഭിമാനത്തോടെ പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല. കാരണം അന്ന് 1600, 10 വർഷം മുമ്പ് 1600 400 ഉള്ളത് ഇന്ന് 2000 ആക്കുമ്പം ആ കറൻസിക്ക് 1600 അന്നത്തെ 1600 ഇന്നത്തെ 2000 ഒരേ വാല്യൂ ആണെന്ന് വിചാരിക്കുന്നത് കൂടിയ വാല്യൂ അല്ല, അത് ഒരേ വാല്യൂ ആണ്. അതൊക്കെ ഇനിയും കൂട്ടണം. ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യമാവണം. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ വീമ്പിളിക്കുകയും മറ്റുള്ളവരോട് അങ്ങനെ പറയുമെന്നല്ല. പാർട്ടികളോ മുന്നണികളോ ഒന്നുമല്ല ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏത് നിമിഷവും ജനങ്ങൾക്കൊരു ഗുണം കിട്ടുന്നില്ലെങ്കിൽ അത് ഏത് പാർട്ടിയും അവർ തിരഞ്ഞെടുക്കും. അത് ഇടത് വലത് NDA എന്നൊന്നുമില്ല. ഏറ്റവും ആശ്വാസവും വികസനവും ആരാണോ കൊണ്ടുവരുന്നത്, നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആരാണോ അവർക്ക് കിട്ടും. അപ്പോൾ ഞാൻ നിലയുറപ്പിക്കുന്നത് മഞ്ചേരിയാണ്. അവിടെയൊക്കെ എല്ലാവർക്കും അവിടെ ഭരണപക്ഷി തന്നെ ജയിച്ചെങ്കിലും അവിടുത്തെ റോഡിൻ്റെ, അവിടുത്തെ അങ്ങാടിയിലെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം ലഭിക്കണം എന്നുള്ളത് അവരാഗ്രഹിക്കുന്നുണ്ട്. ഭരണപക്ഷിക്ക് വോട്ട് ചെയ്തെങ്കിലും അവരുള്ളിൻ്റെ ഉള്ളിൽ അവരാഗ്രഹിച്ചത് എതിർപ്പാർട്ടി വരുമെന്നായിരുന്നു. ഓരോ വ്യക്തിയും അവിടെ പലപ്പോഴും ചിന്തിച്ചത്, ഞങ്ങളേതായാലും ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെ ചെയ്യട്ടെ, മറ്റുള്ളവർ ചെയ്യില്ല, കാരണം റോഡിന് വേണ്ടി അവിടുത്തെ ട്രാഫിക് സൊല്യൂഷന് വേണ്ടി അവർ പ്രവർത്തിക്കുമെന്നാണ് വിചാരിച്ചത്. എങ്കിലും വീണ്ടും വിജയിച്ചു. ഇനി വിജയിച്ചവരുടെ ഉത്തരവാദിത്തമാണ്. ഒരാൾ സ്വന്തം പോക്കറ്റിലേക്ക് കായുണ്ടാക്കാൻ വേണ്ടിയല്ല ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. പ്രത്യേകം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കുത്തകയായിട്ട് ഒരു പാർട്ടി ജയിക്കുന്ന സ്ഥലത്ത് ആ പാർട്ടി പരാജയപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? മുമ്പത്തെ മെമ്പറാണ് അതിന് കാരണം എന്ന് പറഞ്ഞു. അവർ കുറേ വികസനങ്ങളൊക്കെ കൊണ്ടുവന്നു, പക്ഷേ അവരുടെ വീടൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമായി അത് ചുരുക്കി. ജനങ്ങൾ അതിന് ശരിക്കാണ്ട് പ്രതികരിച്ചു, അണികൾ തന്നെ പ്രതികരിച്ചു. അതാണ് പ്രതികരണം എന്ന് പറഞ്ഞാൽ, അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമുക്കൊരു അവസരം വരികയാണ്. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, നമുക്കൊക്കെ പാർട്ടിയുണ്ട്, രാഷ്ട്രീയമുണ്ട്. പക്ഷേ അത് അവരെന്നെ വരണം എന്നൊന്നും ആഗ്രഹിക്കരുത്. നമ്മൾ ഏറ്റവും അനുയോജ്യമായവർ വരണം. ശശി തരൂർ പറഞ്ഞതുപോലത്തെ നിലപാടായിരിക്കണം ഓരോ മനുഷ്യനുണ്ടാവും. ആര് നല്ലത് ചെയ്താലും അതിനെ അപ്രിസിയേറ്റ് ചെയ്യണം. ആര് ജനവിരുദ്ധമായി ചെയ്താലും അതിനോട് ചോദ്യം ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ കഴിവ് എന്നാണ്. അതൊക്കെ ഒരുപാട് ഉപയോഗിക്കപ്പെട്ട ഒരു ഇലക്ഷനാണ് കഴിഞ്ഞ ത്രിതല ഇലക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ.